ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ശിക്ഷ അവനെ ഏറ്റെടുക്കേണ്ട വാസ്തവത്തിൽ ആവശ്യമില്ല. പക്ഷേ വേറെ ആരുമില്ല ഇത് ചെയ്യാൻ. കാരണം മനുഷ്യരെല്ലാം പാപത്തിന് കീഴ്പ്പെട്ടിരിക്കുക, ശാപത്തിന് കീഴിലായിരിക്കുക, പിശാചിന് അടിമകളായിരിക്കുക. അപ്പോൾ ദൈവത്തിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അവൻ അതിന് ക്ഷമയും കൂടെ കൊടുക്കുകയാണ്. പാപത്തിന്, മനുഷ്യരുടെ പാപത്തിന്, മനുഷ്യരുടെ വെറുപ്പ് മുഴുവനായും അവൻ്റെ ശരീരത്തിൽ അവന് ഏറ്റെടുക്കുകയാണ്, അവൻ അനുഭവിക്കുകയാണ്. വെറുപ്പും വിദ്വേഷവും കയ്പും പിണക്കവും ചാരശങ്ക എല്ലാം, മനുഷ്യൻ്റെ മുഴുവൻ ക്രൂവൽറ്റി, സാത്താൻ്റെ മുഴുവൻ ക്രൂരത അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് അവൻ കുറ്റം ചെയ്തവനെ പോലെ ആ മരണം ഏറ്റെടുക്കുകയാണ്. അവന് അങ്ങനെ ആ മരണം ഏറ്റെടുക്കുമ്പോൾ ഒരു ശപിക്കപ്പെട്ടവനെ പോലെ അവൻ കാൽവറി ക്രൂശിൽ തൂങ്ങി മരിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് തരാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ, മാക്സിമം ശാപം അവൻ ഇസ്രായേലിന് വേണ്ടിയും മാനവരാശിക്ക് വേണ്ടിയും ഏറ്റെടുത്തിട്ട് അവിടെ തീർന്നു. യേശുവിന്റെ മരണത്തോടെ ആ ശിക്ഷാവിധി മുഴുവൻ തീർന്നു. ദൈവത്തിൻ്റെ ക്രോധം മുഴുവനും തീർന്നു. ദൈവത്തിൻ്റെ ക്രോധം, ആ ശാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ റിസൾട്ടാണ്. ആ ക്രോധം എന്ന് പറയുന്നത് ഇസ്രായേലിനോടും മാനവരാശിയോടുമുള്ള ദൈവത്തിൻ്റെ ക്രോധം മുഴുവനായും, മനുഷ്യരുടെ വെറുപ്പ് മുഴുവനായും, സാത്താൻ്റെ ക്രൂരത മുഴുവനായും അവിടെ തീർന്നു. അത് മുഴുവൻ അവിടെ വെച്ച് തീർത്തു, മരണത്തിൽ അവസാനിപ്പിച്ചു. ശാപം മരിച്ചു. ആ ശാപത്തെ മരിച്ചതായി പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് യേശു കൊടുത്ത ക്ഷമ കാരണം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ജീവൻ കിട്ടും. അവരുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടും. അവർക്ക് ദൈവമായിട്ടുള്ള ഉടമ്പടി പുതുക്കാനായിട്ട് സാധിക്കും. അവരിലേക്ക് പരിശുദ്ധാത്മാവിന് കടന്നു വരാനായിട്ട് സാധിക്കും. അവനോ പാപം ചെയ്യാത്തവനായതുകൊണ്ട് അവനെ മൂന്നാമത്തെ ദിവസം ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും. കാരണം പീലാത്തോസ് കൊടുത്ത ആ വിധി തെറ്റാണെന്ന് ദൈവത്തിന് തെളിയിച്ചല്ലേ പറ്റൂ. ഒരു ഭാഗത്ത് യഹൂദന്മാരുടെ രാജാവെന്ന് വിളിക്കുന്നു, മറുഭാഗത്ത് യഹൂദന്മാരുടെ രാജാവിനെ ചെയ്യാത്ത കുറ്റത്തിന് ന്യായം വിധിച്ച് കൊല്ലുകയും ചെയ്യുന്നു. ആ ചെയ്യാത്ത കുറ്റത്തിന് ന്യായം വിധിച്ചാണ് കൊന്നിരിക്കുന്നത് എന്നുള്ളത് തെളിയിച്ചുകൊണ്ട്, ഇവൻ നീതിമാനാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കർത്താവ് പിതാവായ ദൈവം അവനെ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെ, യേശുക്രിസ്തുവിന് പിന്നെ ശാപം കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിലും ഇല്ല. യേശുവിന് ശാപം ഉണ്ടായിരുന്നെങ്കിൽ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. യേശു പാപിയായിരുന്നെങ്കിൽ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ആ ശാപം ഏറ്റെടുത്തു. ആ ശാപത്തിൻ്റെ പൂർണ്ണ കഷ്ടം, മനുഷ്യൻ്റെ ക്രൂരതയും മനുഷ്യൻ്റെ വെറുപ്പും പിശാചിൻ്റെ ക്രൂരതയും ദൈവത്തിൻ്റെ ക്രോധവും അവൻ്റെ മേൽ ഏറ്റെടുത്ത് തൻ്റെ മരണത്താൽ അവൻ അതിനെ ഇല്ലാതെയാക്കി. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തെ അവൻ ഇല്ലാതാക്കി. ഒരു ശപിക്കപ്പെട്ടവനെ പോലെ ക്രൂശിലെ മരണം അവൻ ഏറ്റെടുത്തു. ശപിക്കപ്പെട്ടവനെ പോലെ ക്രൂശിൽ തകർക്കപ്പെട്ടിട്ട്, ക്രൂശിലെ മരണം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവനെ പോലുള്ള മരണം, ഒരു ക്രിമിനലിനെ പോലുള്ള മരണമാണ്. ആ ക്രിമിനലിനെ പോലുള്ള ഒരു മരണം അവൻ ഏറ്റെടുത്തിട്ട് ശാപത്തെ അവനില്ലാതെയാക്കി. ശാപം മാക്സിമം, ശാപത്തിന് മാക്സിമം പണിഷ്മെൻറ്റ് കിട്ടി. ഇനി അതില്ല. അവൻ്റെ മരണത്താൽ അവൻ മരണത്തെയും ശാപത്തെയും ഇല്ലാതാക്കി. അവൻ മരണത്തെയും ജയിച്ചു. മൂന്നാമത്തെ ദിവസം മരണത്തിനെ ജയിച്ചതിൻ്റെ അടയാളമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ പിന്നെ ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിനെ ഉയർത്തെഴുന്നേറ്റ് അവൻ പുതിയ സൃഷ്ടിയുടെ ആരംഭമാണ്. ഇനി മരിക്കുന്ന എല്ലാവരും, യേശുവിൽ വിശ്വസിച്ച എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ രീതിയിലുള്ള ശരീരങ്ങളുമായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. പുതിയ സൃഷ്ടികളായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. പഴയ സൃഷ്ടി, ആദാമ്യ സൃഷ്ടി അവിടെ തീർന്നു എന്നാണ് പറയുന്നത്. പുതിയ സൃഷ്ടി ആരംഭിച്ചിരിക്കുക. ന്യൂ ക്രിയേഷൻ ഹാസ് ബിഗൺ. ദൈവം ഒരു പുതിയ സൃഷ്ടി ആരംഭിച്ചിരിക്കുക. ആ പുതിയ സൃഷ്ടിയാകുന്ന യേശു ക്രിസ്തു അധോ ലോകത്തെ കിടക്കി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ മരണം കഴിഞ്ഞ് അവൻ്റെ ശരീരത്തെ അടക്കിയപ്പോൾ ആ ജീർണിക്കുന്ന അവസ്ഥ, മരണം കഴിഞ്ഞ് വരുന്നതാണ് ജീർണത. ആ ജീർണതയും അവൻ ജയിച്ചു. ഈ പ്രപഞ്ചം മുഴുവനും ജീർണതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ പതനത്തിന് ശേഷം. പ്രപഞ്ചത്തിൻ്റെയും ജീർണതയെയും ഇല്ലാതാക്കുന്ന രീതിയിലാണ് യേശു ക്രിസ്തു ജയം കൈവരിച്ചിരിക്കുന്നത്. അവൻ മരണത്തിന്മേൽ മാത്രമല്ല, ജീർണതയ്ക്ക് മേലും ടീക്കയ്ക്ക് മേലും അവൻ ജയം കൈവരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതോ ലോകത്തിൻ്റെ അതോ ഭാഗങ്ങളിലേക്ക് അവൻ പോയി, ഏറ്റവും താണ അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് അവിടെ നിന്നാണ് ജീവൻ വീണ്ടും വ്യാപരിച്ചിട്ട്
യേശുവിനെ പിതാവായ ദൈവം ആത്മാവിനാൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ശേഷം അവൻ പിന്നെ ഈ എല്ലാ തലങ്ങളെയും അവൻ്റെ സ്നേഹം കൊണ്ടും അവൻ്റെ ജീവനെ കൊണ്ടും നിറയ്ക്കുകയാണ്. ആത്മാവിനാൽ ദൈവത്തിൻ്റെ ജീവനെ കൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തെ കൊണ്ട് അവൻ ജീർണതയെ ഇല്ലാതാക്കുകയാണ്, ജീർണതയെ നിറയ്ക്കുകയാണ്, ജീർണിച്ചു പോകുന്ന സകലത്തിനെയും നിറയ്ക്കുകയാണ്. അവൻ മരണത്തെ ഇല്ലാതാക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുന്ന, മരണം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കുകയാണ്. ഈ മരണത്തിലേക്ക് നയിക്കുന്ന ശാപത്തെ അവൻ നിറയ്ക്കുകയാണ്, അനുഗ്രഹമാക്കി മാറ്റുകയാണ്. അവൻ ശപിക്കപ്പെട്ട എല്ലാ മനുഷ്യരുടെ ഇടയിൽ നിന്നും ചിലരെ അവൻ്റെ കൂടെ അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. പൗലോസിനെ മാതിരിയുള്ളവരെ, അവർ ഉപദ്രവകാരികളായിട്ടാണ് നമുക്ക് തോന്നുന്നത്, പക്ഷെ അവൻ ആ മനുഷ്യരെ അവൻ്റെ രാജ്യത്തിന് വേണ്ടി, അവൻ്റെ പ്രത്യേക പ്രവൃത്തിക്ക് വേണ്ടി ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്. ഇസ്രായേലിനെ എല്ലാ ജാതികളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തതുപോലെ അവൻ ഈ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ ഈ പലരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അവരാണ് യേശുവിനെ നേരിട്ട് കണ്ട ആൾക്കാർ. മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നേരിട്ട് കണ്ട 500ഓളം പേര്, പിന്നെ ഏറ്റവും അവസാനം കണ്ട പൗലോസ്, ഈ പറഞ്ഞ ആളുകളൊക്കെയാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ഈ പറയുന്ന ആളുകളാണ് ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ദൃക്സാക്ഷികൾ. ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ദൃക്സാക്ഷികളായിട്ടുള്ള ഈ ആൾക്കാരെയാണ് യേശു, ഈ പൗലോസ് പറയുന്ന പ്രകാരം, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുത്തു. ചില മനുഷ്യരെ അവൻ എടുത്തു, എന്നിട്ട് അവരെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുക. ഈ ആൾക്കാരെയൊക്കെ ദൃക്സാക്ഷികളായിട്ട് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കണ്ട ഈ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സഭയ്ക്കും മുഴുവൻ ലോകത്തിനും ദൈവം ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുക. ഈ ആൾക്കാരുടെ ജോലി എന്താണ്? ഈ ആൾക്കാരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആൾക്കാരുടെ ജോലി, അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഭയിലുള്ള മറ്റ് അവയവങ്ങളെ, മറ്റ് അംഗങ്ങളെ എല്ലാം യേശു ക്രിസ്തുവിൻ്റെ അതേ DNA ഉള്ള, അതേ സ്വഭാവമുള്ള, അതേ ആത്മാവുള്ള വ്യക്തികളാക്കി രൂപാന്തരപ്പെടുത്തുക. അവരെ ആ ഉപദേശത്തിൻ്റെ ജീവൻ്റെ ഐക്യതയിലേക്ക് കൊണ്ടുവരിക എന്ന് മാത്രമല്ല, യേശു ക്രിസ്തു ആകുന്ന ആ തലയോളം അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് വളർത്തുക എന്ന് വെച്ചാൽ അവൻ്റെ പോലെയുള്ള വ്യക്തികളാക്കി ഓരോരുത്തരെയും തീർക്കുക. ഇതിനിടയ്ക്ക് അവർ തമ്മിൽ ചെയ്യേണ്ട ചില ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷകൾക്കായിട്ട് അവരെ ഒരുക്കുക, അതും കൂടെ അതിൻ്റെ ഇടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത ആളുകളാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ. 5 ഫോൾഡ് മിനിസ്ട്രി എന്ന് പറയും. ഈ 5 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ദൈവം ദർശനമൊന്നും ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സമയത്ത് ഇവർക്ക് ദർശനം കൊടുത്തല്ലോ, ഈ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും എന്ന് പറയുന്ന ആദിമ നൂറ്റാണ്ടിലെ, അതിലൂടെ സാധിച്ച കാര്യം, അവരെ യേശു അവൻ്റെ കൂടെ അവൻ്റെ അടിമകളായിട്ട് എടുത്തിട്ട് അവരെ ദാനമായിട്ട് സഭയ്ക്കും ദൈവരാജ്യത്തിനും ഈ ലോകത്തിനും കൊടുക്കുകയാണ്, സഭയ്ക്ക് കൊടുക്കുകയാണ്. ആ ദാനമായി കൊടുക്കപ്പെട്ട ഈ വ്യക്തികൾക്ക് ചില റോളുകളുണ്ട്. ഇനി ഇവർ മാത്രമല്ല കേട്ടോ, ഇവരിലൂടെ ഇനി വരാനിരിക്കുന്നവരുണ്ട്. അവരും ഇതേമാതിരി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേശകന്മാരും സുവിശേഷകന്മാരും ഒക്കെ ആയിത്തീരും. ആ 5 ഫോൾഡ് മിനിസ്ട്രി അവരിൽ കൂടിയും മുന്നോട്ട് തുറമാനമായി പോകും. പക്ഷേ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ആ താഴ്ചയെയും ആ ഉയർച്ചയെയും അതിനിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ആ ഉയരത്തിൽ കയറുന്ന സമയത്താണല്ലോ കർത്താവ് ഇവർക്കൊക്കെ ദർശനം കൊടുത്തു. ആ ഉയരത്തിൽ കയറിയ ശേഷം അവൻ എന്താ ചെയ്യുന്നത്? മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുക്കുകയാണ്. മനുഷ്യരെ ദാനമായിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, മനുഷ്യർക്ക് എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിൽ നിന്നുള്ള ദാനങ്ങളെ തരികയാണ്. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനും മീതെ കയറിയവനുമാകുന്നു. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു.
അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും. കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസാണ്. ഇതിൽ 4-5 കാര്യങ്ങൾ അടങ്ങുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ വിശേഷിപ്പിച്ചത്. അവൻ ഈ പറയുന്ന ആളുകളെ തന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ ചെയ്യാനാണ്. ആ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇവർ എല്ലാ കോശങ്ങളെയും ശരീരത്തിലുള്ള യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന അനാലജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളെയും ഒരേ DNA ഉള്ളവരാക്കി തീർക്കുക, അവരെ വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയിലെത്തിക്കുക. എല്ലാവർക്കും ഒരേ DNA ആയിരിക്കണം, വ്യത്യാസം വരാൻ പാടില്ല. അടുത്തത്, അവരെ തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ആത്മീയ വർധനയ്ക്കും ആകുന്നു എന്ന് പറഞ്ഞാൽ, അടുത്തത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവരെ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക്, ആ മെച്യൂരിറ്റിയിലേക്ക്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കണം, ആ സ്നേഹത്തിൻ്റെ മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കണം. മൂന്നാമത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതിനിടയ്ക്ക് ഇവർ ചെയ്യുന്ന ചില ശുശ്രൂഷകളുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്. ആ വേലയ്ക്കായിട്ട് അവരെ ഒരുക്കണം. അടുത്തത്, ഇതൊക്കെയും കൂടെ എന്തിനാണ്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവസഭയ്ക്ക് മൊത്തത്തിൽ ഒരു ആത്മീയ വർധന ഉണ്ടാകണം. എല്ലാവരും സ്നേഹത്തിൻ്റെ സ്വരൂപമുള്ളവരായി തീർന്ന് ദൈവത്തിൻ്റെ സ്നേഹം ആ സഭയിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. ആ അവസ്ഥയിലേക്ക് ദൈവസഭ ഒട്ടാകെ വരണം എന്നാണ് പൗലോസ് പറയുന്നത്. അതിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഈ 5 ഫോൾഡ് മിനിസ്ട്രീസിനെ ദൈവം തന്നിരിക്കുന്നത്. ആ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ താഴ്മയുള്ളവരായിരിക്കണം. അതാണ് പൗലോസ് ലാസ്റ്റിൽ അവിടെ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവിൻ. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വന്നിരിക്കുന്ന ഈ കൂട്ടായ്മ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ഈ കൂട്ടായ്മ, അത് മറ്റ് ശരീരങ്ങളിൽ നിന്നും വിഭിന്നമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിനൊരു ഐക്യതയുണ്ട്. അതൊന്നാണ്. പൗലോസ് ക്രിസ്തുവിൻ്റെ ശരീരം നേരിട്ട് കണ്ടവനാണ്, പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിനാണ് പൗലോസ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷതമേറ്റുകൊണ്ടിരുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ശരീരം എന്ന അനാലജിയും കൂടെ പൗലോസിന് കിട്ടിയത്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നമ്മളെല്ലാവരും ഒരു ശരീരമാണ്. നമ്മളെല്ലാവരും ഒരു ശരീരമാണെങ്കിൽ നമ്മുടെ ഇടയിൽ എന്ത് വേണം? ഐക്യത വേണം. ശരീരത്തിനകത്തുള്ള ഐക്യത മാതിരി നമ്മുടെ ഇടയിൽ എന്ത് വേണം? ഐക്യത വേണം. പൗലോസ് ഇവിടെ പറയുകയാണ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള 5 വാക്യങ്ങളിൽ, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. അപ്പോൾ നിങ്ങൾ ശരീരത്തിലെ അവയവങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ശരീരത്തിന് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും തമ്മിലും ആ ശരീരത്തിന് പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കണം. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം. ആത്മാവുള്ളിടത്ത്, ആത്മാവ് എവിടെയാണ് ഉണ്ടാവുക? ശരീരത്തിൽ ആത്മാവുണ്ടാവുക. മനുഷ്യ ശരീരത്തിൽ ആത്മാവുണ്ട്, മൃഗത്തിൻ്റെ ശരീരത്തിൽ ആത്മാവുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. ആത്മാവ് എവിടെ ഉണ്ടാവുക? ശരീരത്തിലുണ്ടാവുക. അപ്പോൾ ഇവിടെ പറയാണ്, ദൈവാത്മാവ് നമ്മുടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആത്മാവിൻ്റെ ഐക്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരൊറ്റ സ്പിരിറ്റ് ആയിരിക്കണം. സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ, അപ്പം നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് വിളിച്ചപ്പോൾ ഒറ്റ പ്രത്യാശയാണ് നമുക്ക്, കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരും. ആ സമയത്ത് നമ്മളെല്ലാം ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ കർത്താവിനോട് കൂടെ പിന്നെയുള്ള ആ പുതുക്കം പ്രാപിച്ച പുതിയ സൃഷ്ടിയാകുന്ന ആ സ്വർഗവും ഭൂമിയും ഒരുമിച്ചുള്ള ദൈവരാജ്യത്തിൽ വാഴും. ആ ഒരേ പ്രത്യാശയ്ക്ക് നമ്മളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ശരീരത്തിൻ്റെ അനാലജിയാണ് ഇത് മുഴുവൻ. ഈ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരമാണ്, മൊത്തം ഒരു ശരീരമാണ്. നമ്മളെല്ലാവരും ഒരേ ശരീരത്തിൻ്റെ കോശങ്ങളാണ്, അംശികളാണ്, ഭാഗങ്ങളാണ്.
ആത്മാവൊന്ന് ആ ശരീരത്തിനകത്ത് വ്യാപിക്കുന്ന ഒറ്റ ആത്മാവാ, ഒറ്റ പരിശുദ്ധാത്മാവേ ഉള്ളൂ. വേറെ ആത്മാവൊന്നുമില്ല. വേറെ ആത്മാവുണ്ടെങ്കിൽ അത് ദുരാത്മാവാണ്. കർത്താവ് ഒരുത്തൻ നമുക്കെല്ലാവർക്കും ഹെഡായിട്ട്, ശരീരത്തിന് ഒരു തലയുണ്ടെങ്കിൽ ആ ശരീരത്തിൻ്റെ തലയായിട്ടിരിക്കുന്നത് ഒരൊറ്റ കർത്താവാണ്. വിശ്വാസമൊന്ന്, ഈ പറഞ്ഞ ശരീരത്തിന് മൊത്തമായിട്ടും ഒരൊറ്റ വിശ്വാസമാണ്. സ്നാനമൊന്ന് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം സ്നാനപ്പെട്ടാൽ മതി എന്നല്ല, ഒരൊറ്റ രീതിയിലുള്ള സ്നാനമേ നമുക്കുള്ളൂ. മാനസാന്തര ശേഷം യേശു ക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടിയിലേക്ക്, ദൈവവുമായിട്ടുള്ള പുതിയ ഉടമ്പടിയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ സ്നാനം, യേശുവിനോട് കൂടെ ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ആ സ്നാനം, യേശുവിനോട് ഞാൻ അനുരൂപപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ സ്നാനം, ആ സ്നാനത്തിങ്കിലാണ് കാര്യം സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവം പരിച്ഛേദന കഴിക്കുകയാണ്. ആ പരിച്ഛേദന ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമുക്ക് പുതിയ ഹൃദയം കിട്ടുന്നു, നമ്മളൊരു പുതിയ വ്യക്തിയായി തീരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടിയായി തീരുന്നു.